അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ ആശൂറ ദിനം നമ്മൾ നോമ്പൊക്കെ പിടിച്ച് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ആശൂറ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ പടച്ചറബിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൈനീട്ടാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഈ മനോഹരമായ സദസ്സ് എത്ര തവണ റബ്ബിനെ സ്തുതിച്ചാലും പടച്ചവനെ ഇങ്ങനെയൊരവസരം തന്നല്ലോ അല്ലാ, മതിയാവുകയില്ല സ്തുതിച്ചാൽ. മനസ്സറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു 11 അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ല. ഈ ആശൂറ ദിനത്തിൽ മനസ്സറിഞ്ഞ് ഞങ്ങൾ നിനക്ക് ഹംദ് പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇനി വരുന്നൊരു ആശൂറ വരെ അല്ല, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ചിരിക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല, സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നൽകണയല്ല, പ്രയാസങ്ങളിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണയല്ല. അപ്പോൾ ഇന്നത്തെ ഈ മനോഹര ദിവസത്തിൽ ഈ ആഴ്ച മുഹറം 1 മുതൽ 10 വരെ ഉള്ള ദിവസങ്ങളിൽ കമൻറ്റ് ചെയ്തവരിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് 5000 രൂപ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് ദുആഇന് മുമ്പായിട്ട് അത് കൊടുക്കണം. ഇൻഷാ അല്ലാ ആരാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കും. നമുക്കത് യൂട്യൂബിൽ സെലക്ട് ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അർഹരായ ഒരാളുടെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളിലേക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ സഹായങ്ങളൊക്കെ നൽകുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ, അതുപോലെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന സ്നേഹനിധികളായ റസാ വ്ളോഗ്സ് കുടുംബത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. അപ്പോൾ ഇത് രക്ഷയുടെ ദിനമാണ് അല്ലേ? രക്ഷയുടെ ദിനമാണ്. മുഹറം 10 എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ദിനമാണ്. എത്രയോ പ്രവാചകന്മാർക്ക് അള്ളാഹു രക്ഷ നൽകിയ ദിനം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിനം. ഹുസൈനോരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹുസൈൻ തങ്ങളുടെ പേരിൽ നമുക്കൊരു മജ്ലിസ് നടത്തണം ഇൻഷാ അല്ലാ. അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഏതായാലും രക്ഷയുടെ ഒരു സൂറത്തുണ്ടല്ലോ, നമ്മൾ മിനിയാന്ന് പഠിച്ചു, സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഇല്ലേ? ആ സൂറത്ത് നമ്മൾ ദിനേനെ ഓതിക്കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എന്തിനേറെ ഭൂമി കുലുക്കത്തിൽ നിന്ന് പോലും, കോലം മറിക്കുന്നതിൽ നിന്ന് പോലും നിങ്ങൾക്ക് കാവലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപാടുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇന്ന് രക്ഷയുടെ ദിക്റുകൾ കുറേ നമുക്ക് ചൊല്ലണം ഇൻഷാ അല്ലാ. ആദ്യം ഒരു 11 തവണ സൂറത്തുൽ ഫീൽ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل
سجيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول صدق الله العظيم الحمد لله الحمد لله പടച്ചവനെ ഞങ്ങൾ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്തത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാഹ് ഇനി നമുക്ക് ദിക്റുൻ നജാ രക്ഷയുടെ ദിക്ർ ചൊല്ലണം മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിനടിയിൽ പെട്ടുപോയപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഈ വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിയത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലേ അത് മുഹറം 10 അതുകൊണ്ട് തന്നെ ഈ ദിവസം ഈ ദിക്റിന് വലിയ പ്രത്യേകതയുണ്ട് നോമ്പ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠതയേറെയാ പടച്ചവനെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ എല്ലാം നൽകുന്നവൻ നീയാണല്ലോ അല്ലാഹ് ഈ ദിക്ർ ഒരു 40 തവണ ഞങ്ങൾ ചൊല്ലുമ്പോഴേക്ക് മനസ്സറിഞ്ഞ് ചൊല്ലുമ്പോഴേക്ക് പടച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറി സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് ഒരു 40 തവണ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദിക്ർ നമുക്കൊന്ന് ചൊല്ലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله رب العالمين يا الله ഈ ദിക്ർ ഞങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയാണ് റബ്ബേ ഈ ദിക്റിൽ ഞങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയുണ്ട് അല്ലാഹ് ആഴക്കടലിനടിയിൽ മത്സ്യം വിഴുങ്ങിയപ്പോഴും യൂനുസ് നബിയെ രക്ഷിച്ചത് നീയാണല്ലോ അല്ലാഹ് അതിന് കാരണമായത് ഈ ദിക്റാണല്ലോ അല്ലാഹ് ഞങ്ങളിൽ കടക്കണിയിൽ പെട്ടവരുണ്ട് സങ്കടങ്ങളിൽ ആഴ്ന്നു പോയവരുണ്ട് ജീവിതം തകർന്നു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാഹ് ഈ ദിക്ർ ചൊല്ലുമ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ് അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതൊരു സദസ്സും സ്വീകരിക്കപ്പെടാൻ അവിടെ മുത്തുനബിയുടെ മദ്ഹ് അനിവാര്യമാണെന്നേ അല്ലേ ഇന്ന ബൈത أنت ساكنه ليس محتاجا إلى السرج صل رب العالمين على سيد الكونين والسرج إن شاء الله നമുക്ക് ആരംഭപ്പൂവായ തങ്ങളുടെ ഖസീദത്തുൽ ബുർദയിലെ അവസാനത്തെ യാ അക്രമ ബൈത്ത് ഒന്ന് നമുക്ക് ചൊല്ലണം. എന്ത് രോഗത്തിനും ശിഫയാണ് യാ അക്രമ ബൈത്ത്. ബുർദ എന്ന് പറഞ്ഞാൽ തന്നെ ശിഫക്കുള്ള മരുന്നാണ്, അതായത് അസുഖത്തിനുള്ള മരുന്നാണ്, ശിഫയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ശിഫാ നമുക്ക് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. എത്ര പേരാണ് ഭർത്താവ് അസുഖത്തിലാണ് ഉസ്താദെ, ഉമ്മക്ക് രോഗമാണ്, ബാപ്പക്ക് രോഗമാണ്, പ്രയാസങ്ങളാണ്, അങ്ങനെ രോഗങ്ങളെ കുറിച്ച് നീണ്ടൊരു നിര തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കാണാം. അല്ലാ എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ തമ്പുരാനെ, എല്ലാ രോഗങ്ങൾക്കും
ഈ ആക്രമ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ നൽകണേ അല്ലാഹ്. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم
الحلم والكرم ചൊല്ല مولاي على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صابا وأطرب العيسى حد العيسى بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربنا يا ربنا يا أكرم ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അസുഖബാധിതർക്ക് ശമനം നൽകണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഇനി നമുക്ക് യാ അസ്മാഉൽ ഹുസ്ന എന്ന് ചൊല്ലണം. അസ്മാഉൽ ഹുസ്ന നിങ്ങൾ എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ. അല്ലാഹു തഴയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞതല്ലേ, അല്ലാഹു ഖുർആനിലൂടെ ഉണർത്തിയതല്ലേ. നാഥനായ തമ്പുരാന്റെ 99 നാമങ്ങൾ മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി നമുക്കൊന്ന് ചൊല്ലാം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله
يا فتاح يا الله، يا عليم يا الله، يا قابض يا الله، يا باسط يا الله، يا خافض يا الله، يا رافع يا الله، يا معز يا الله، يا مذل يا الله، يا سميع يا الله، يا بصير يا الله، يا حكم يا الله، يا عدل يا الله، يا لطيف يا الله، يا خبير يا الله، يا حليم يا الله، يا عظيم يا الله، يا غفور يا الله، يا شكور يا الله، يا علي يا الله، يا كبير يا الله، يا حفيظ يا الله، يا مقيت يا الله، يا حسيب يا الله، يا جليل يا الله، يا كريم يا الله، يا رقيب يا الله، يا مجيب يا الله، يا واسع يا الله، يا حكيم يا الله، يا ودود يا الله، يا مجيد يا الله، يا باعث يا الله، يا شهيد يا الله، يا حق يا الله، يا وكيل يا الله، يا قوي يا الله، يا متين يا الله، يا ولي يا الله، يا حميد يا الله، يا محصي يا الله، يا مبدئ يا الله، يا معيد يا الله، يا محيي يا الله، يا مميت يا الله، يا حي يا الله، يا قيوم يا الله، يا واجد يا الله، يا ماجد يا الله، يا واحد يا الله، يا أحد يا الله، يا صمد يا الله، يا قادر يا الله، يا مقتدر يا الله، يا مقدم يا الله، يا مؤخر يا الله، يا أول يا الله، يا آخر يا الله، يا ظاهر يا الله، يا باطن يا الله، يا والي يا الله، يا متعالي يا الله، يا بر يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، يا مقسط يا الله، يا جامع يا الله، يا غني يا الله، يا مغني يا الله، يا مانع يا الله، يا ضار يا الله، يا نافع يا الله، يا نور يا الله، يا هادي يا الله، يا بديع يا الله، يا باقي يا الله، يا وارث يا الله، يا رشيد يا الله، يا صبور يا الله، الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ സബാഹുൽ ഖൈറിൽ നമ്മൾ പഠിച്ചു. ഇന്ന് മഗ്രിബിന് മുൻപ് ഒരു സൂറത്ത് നമ്മൾ ഓതിയാൽ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. ഏതാണ് ആ സൂറത്ത്? അത് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആരെങ്കിലും ആശൂറാ ദിനത്തിൽ 1000 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉറപ്പാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. 1000 ഓതാൻ ഇപ്പൊ നമുക്ക് പറ്റൂല. പലരും ഓതിയിട്ടുണ്ടാവും. ഇന്നലെ രാത്രി മുതൽ നിരന്തരം ഓതി വരുന്നവർ
ഉണ്ടാകും. നമുക്കൊരു 11 പ്രാവശ്യം നമുക്ക് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാം. അല്ലാ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്നേഹിക്കുന്ന, നീയാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. നിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് 2 ദിക്ർ കൂടെ ചൊല്ലിയിട്ട് നമുക്കങ്ങ് ദുആരക്കാം അല്ലേ? നമ്മൾ ഈ ആശുറായിൽ പ്രധാന വിഷയങ്ങളായ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട, വളരെ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 2 ദിക്റും കൂടെ വരുമ്പോൾ അത് പൂർത്തിയാകും. 70 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദിക്റല്ലേ കാരണമാക്കിയത്. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം മരിക്കാതിരിക്കാൻ ഈ ദിക്ർ ചൊല്ലിയാൽ സാധ്യമാണെന്ന് മഹാന്മാർ പറഞ്ഞ ദിക്റുണ്ടല്ലോ, അതുകൂടെ നമുക്കൊന്ന് ചൊല്ലാം അല്ലേ? ഒരു ദുആ. ഈ ദുആ 7 തവണ ഹസ്ബി അല്ലാ 70 തവണ ചൊല്ലിയതിന് ശേഷം ഈ ദുആ ചൊല്ലിയാൽ ഈ കൊല്ലം മരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വിശ്വസിച്ചങ്ങ് ചെയ്യാമേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ഇന്ന് മുഹറം 10 ആണല്ലേ, ഇന്നത്തെ സ്വതക്കയ്ക്ക് ഒരു വർഷത്തെ സ്വതക്കയുടെ ഫലമുണ്ട്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ അള്ളാഹു ഇരട്ടിയാക്കി നമുക്ക് തരുമെന്നത് ഉറപ്പല്ലേ? അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആ ഉസ്താദിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മുഹറം 1 മുതൽ 10 വരെ ഒരു റിലീഫ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങൾ നൽകുന്ന ഹദിയകൾ അദ്ദേഹത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ദിവസം കൂടേണ്ടത് നമുക്കൊരു അവസരമാണ്. മനസ്സറിഞ്ഞ് നിങ്ങളാൽ കഴിയുന്നൊരു ഹദിയ അതിലേക്ക് ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് നമുക്ക് കൊണ്ടുപോയി അത് കൊടുക്കാൻ കഴിയണം. അദ്ദേഹത്തിന് വീട് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, വീടിൻ്റെ സ്ഥലം മുഴുവൻ മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മളെ കൊണ്ട് അല്പമെങ്കിലും അതിലേക്ക് ഒരു ഫണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ആവശ്യങ്ങളൊക്കെ. അള്ളാഹ് നമ്മളെ ചേർത്ത് പിടിക്കുന്നേ. അള്ളാഹിൻ്റെ ഒരു അടിമക്ക് നമ്മൾ സഹായം കൊടുത്താൽ ഇർഹമൂ മൻ ഫിൽ
അർളി യർഹമുകും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യണം. അപ്പോൾ ഇനി ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല എന്ന് തുടങ്ങുന്ന ദിക്ർ 70 തവണ ചൊല്ലണം. ശേഷം 7 തവണ ആ മരിക്കാതിരിക്കാനുള്ള ദിക്ർ. മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മരിക്കില്ല എന്നല്ല. അതായത് ഈ ഒരു വർഷം ഇഖ്ലാസോടെ, ഇഖ്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചൊല്ലിയാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞു നമ്മുടെ കൽബ് മരിക്കൂല. ശരി, കൽബ് മരിക്കണ്ട, കൽബ് മരിക്കാതിരുന്നാൽ തന്നെ മതിയിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അതിൽ ചില ഇമാമിങ്ങൾ പറഞ്ഞതോ ഇക്കൊല്ലം മരിക്കില്ല, അള്ളാഹു അവൻ അതിന് തൗഫീക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇനി അപ്പോൾ ഒരു ചോദ്യം, എല്ലാവർക്കും ഇത് ചൊല്ലിയാൽ പോരെ എന്നാണ്. അപ്പോഴും മഹാന്മാർ പറയുന്നുണ്ട്, മഹാനായ സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ഇക്കൊല്ലം മരിക്കുന്നവന് ഇത് ചൊല്ലാനും കഴിയില്ല. ചിലപ്പോൾ വെറുതെ വാഗൊണ്ടിങ്ങനെ ചൊല്ലും. അല്ലല്ല, കൽബിൽ തട്ടിയിട്ട് അള്ളാഹിനെ വിചാരിച്ച് ചൊല്ലണം. അല്ലാ, ഏത് വർഷമാണ് നമ്മുടെ കല എത്തിയിട്ടുള്ളത്, അക്കൊല്ലം നമുക്കിത് ചൊല്ലാൻ പറ്റൂല എന്നാണ്. യാ റബ്ബി അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആ ദിക്റും 70 തവണ ഹസ്ബി അല്ലാഹും 7 തവണ ആ ദിക്റും കൂടെ ഒരു എല്ലാം കൂടെ നമുക്കൊരു 10-15 മിനിറ്റ് ഇല്ലേ ചൊല്ലിക്കൂടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും ചൊല്ലിയിട്ട് റാഹത്തായി നമുക്ക് ദുആയിലേക്ക് കടക്കാം. حسبي الله ونعم الوكيل ونعم المولى ونعم النصير. 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 حسبي الله ونعم الوكيل ونعم المولى ونعم النصير.
حسبي الله ونعم الوكيل ونعم المولى ونعم النصير 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 سبحان الله ملء الميزان
ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان
ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان
ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين. അൽഹംദുലില്ലാഹ്. വല്ലാതെ മനസ്സ് നിറഞ്ഞു. നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സന്തോഷം തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇത്രയും ദിക്റുകളൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചൊല്ലോ. ഇപ്പോൾ ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചൊല്ലൽ കുറവായിരിക്കും. നമ്മളെ കൊണ്ട് കുറച്ച് ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലിപ്പോകും. പക്ഷേ ഈ ആശൂറാ നമ്മിൽ നിന്ന് വിട പറയുന്ന നിമിഷം, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ പോകുന്ന മനോഹര നിമിഷത്തിൽ ഇതെല്ലാം ഒരുമിച്ചിരുന്ന് ചൊല്ലാൻ കഴിയുക എന്ന് പറയുന്നത് അതിമനോഹരമായ മഹാഭാഗ്യമാണ്. ഇല്ല, നിങ്ങൾക്ക് സന്തോഷമില്ല? എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന് ഇഷ്ടം തോന്നുന്ന സദസ്സായി, ആരംഭപ്പുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന സദസ്സായി അള്ളാഹു മാറ്റി തീർക്കട്ടെ. ഇനി ഈ 5000 രൂപ ആർക്കാണ് സമ്മാനമായി ലഭിച്ചതെന്ന് നമുക്കൊന്ന് നോക്കണം. അഡ്മിൻസ് ഒന്ന് നോക്കിയേ, വേഗമാവട്ടെ, ഒന്ന് സെലക്ട് ചെയ്തേ, ഒന്ന് പറ ആർക്കാണ്. അള്ളാഹു അർഹരായവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. വേഗാവട്ടെ. മാഷാ അല്ലാ, മുഹമ്മദ് ഹസൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ. ഈ മുഹമ്മദ് ഹസൻ ഒരുപാട് കമൻസ് അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ വീഡിയോയുടെയും താഴെ കമൻറ്റ് ചെയ്യുന്ന ആളും കൂടെയാണ്. അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. അപ്പോൾ മുഹമ്മദ് ഹസൻ, കൺഗ്രാജുലേഷൻ. ബാക്കി ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ 2 നമ്പർ നിങ്ങൾ കണ്ടോ, റിലീഫ് ഫണ്ടിലേക്ക് ഹദിയ ചെയ്യാന്നുള്ള 2 നമ്പേഴ്സ്. അതിൽ 116 ലാസ്റ്റുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മുഹമ്മദ് ഹസൻ നിങ്ങളുടെ GPay നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണേ. അതിൽ ഞാനുണ്ടാവില്ല, നമ്മുടെ സ്ത്രീകളായ അഡ്മിൻസാണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ സമ്മാനത്തുകയായ 5000 രൂപ ഇന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിരിക്കും. അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആളുകൾ എനിക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും നമുക്ക് ആ ഒരു ഗിഫ്റ്റ് എത്തിക്കാൻ പറ്റാത്തതിലുള്ള പ്രയാസമാണ്. എല്ലാവർക്കും തരണമെന്നുണ്ട്, പക്ഷേ കഴിയണമല്ലോ. അള്ളാഹ്ക്ക് കഴിയും. ഇപ്പം നമ്മൾ ഈ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമൻ്റൊക്കെ ചെയ്തു. റബ്ബ് ഇത് കാണുന്നില്ലേ? ഈ 5000 അല്ലെങ്കിൽ ഒരു 50,000 നമുക്ക് തരാൻ റബ്ബിന് ഇപ്പം എത്ര നേരം വേണം? അള്ളാഹുവിനെ കൊണ്ട് കഴിയുമല്ലോ. ഇപ്പം നമ്മൾ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉസ്താദിനെ ഹദിയ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹദിയ ചെയ്യുന്നത് ദുനിയാവിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല, അതിൻ്റെ 100 ഇരട്ടി, അല്ല കണക്കില്ലാത്തത്ര ഇരട്ടി അള്ളാഹുവിന് തരാൻ കഴിയും, പടച്ചോന് കഴിയും, അല്ലേ? അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവർ വിഷമിക്കണ്ട. കൃത്യം 6 മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഖൈറിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. നാളെ മുതൽ ഇന്നത്തോണ്ട് നിർത്തിപ്പോകരുത്. നാളെ ഒരു പങ്കെടുക്കണം. എല്ലാ ദിവസവും അതിൽ തിരഞ്ഞെടുപ്പുണ്ട്. ആഴ്ചയിൽ 1000 രൂപ അതിൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ സദസ്സുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കപ്പോൾ ദുആയിലേക്ക് കിടക്കല്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്തിലേക്ക് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. മനസ്സറിഞ്ഞാമി പറയും. ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഞാൻ വായിച്ചു പല കമൻസ്, എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും ഇനി നമ്മൾ ഓരോന്ന് വായിക്കാൻ നിന്ന് ഒരുപാട് നേരാവൂലേ? നിങ്ങളുടെ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് അള്ളാനോട് ആമീൻ പറയാം. ദുആന് ആമീൻ പറയാം. മനസ്സറിഞ്ഞ് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ ആശൂറാ ദിവസം നോമ്പനുഷ്ഠിച്ച് ദിക്റുകൾ ചൊല്ലി നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് പിന്നെ ആരാണല്ലാഹ്, നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാഹ്. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ്. നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. യാ റബ്ബനാ, നീ പൊറുത്തു തന്നില്ല എങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനെ, ഹറാമുകളുടെ കൂമ്പാരമായ ഖൽബാണ് അല്ലാഹ്. നിന്റെ നൂറായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഖൽബകം പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. സങ്കടങ്ങളേറെയുണ്ട്, പ്രയാസങ്ങളേറെയുണ്ട്, നിനക്കറിയാമല്ലോ നാഥാ, എല്ലാം നിന്നിൽ നിന്നാണല്ലോ അല്ലാഹ്. റബ്ബനാ റബ്ബനാ റബ്ബനാ, ഞങ്ങളുടെ സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ്, നീ തുടയ്ക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് മുറാദുകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, എത്രയോ പേരാണ് കമന്റ് ബോക്സിൽ മുറാദുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. യാ റബ്ബനാ, മനസ്സിൽ മുറാദുകളുമായി ആമീൻ പറയുന്ന എത്രയോ മനുഷ്യരാ. ഒരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് സ്ഥലം വാങ്ങാൻ ഹദിയ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ പോലും ഹദിയ ചെയ്ത ധാരാളം ആളുകളുണ്ട്. യാ റബ്ബനാ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ തഴയല്ലേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്. ഖൽബകം വിങ്ങുകയാണ്, പലരും പൊട്ടിക്കരഞ്ഞിട്ടാണ് ആമീൻ പറയുന്നത്. യാ റബ്ബനാ, കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ്. ഖൽബിലെ വേദന അറിയുന്ന തമ്പുരാനെ, വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ, ഞങ്ങളുടെ ഇണകളിൽ, സന്താനങ്ങളിൽ, മാതാപിതാക്കളിൽ പലരും അസുഖബാധിതരാണ്. നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്, ആജിലും കാമിലുമായ ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ളവയിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. അത്തരം അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നീ ശിഫാ നൽകണേ അല്ലാഹ്, നീ ശിഫാ നൽകണേ അല്ലാഹ്. ആജിലായ ശമനം നൽകണേ അല്ലാഹ്. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാഹ്. തളർന്നു പോകുന്നൊരവസ്ഥ നൽകല്ലേ അല്ലാഹ്. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്നൊരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ, മരിക്കുവോളം നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അയൽപ്പക്ക ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഇടയിൽ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരുമായി സ്നേഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, ഭാര്യമാരെ നന്നാക്കണേ അല്ലാഹ്. അമ്മായി അമ്മക്ക്, മരുമകൾക്ക് ഐക്യം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഇണകൾ വഴികേടിലായി പോയി എന്ന സങ്കടങ്ങൾ
പറഞ്ഞവരുണ്ട്. യാ റബ്ബന, നിസ്കരിക്കുന്ന സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ഞങ്ങൾക്ക് നീ നന്നാക്കി തരണേ അല്ലാ. പ്രതീക്ഷ മുഴുവൻ മക്കളിലാണ് റബ്ബേ. വഴികേടിൽ നിന്ന് കാവലേകണേ അല്ലാ. അതവുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ നേരെ കയർത്ത് സംസാരിക്കുന്ന, ഉപ്പയെ വിലയില്ലാത്ത മക്കളാക്കല്ലേ അല്ലാ. സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരീക്ഷകളിൽ മുഴുവൻ വിജയം നൽകണേ അല്ലാ. PSCക്ക് വേണ്ടി മറ്റു പല എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും വിജയം നൽകണേ അല്ലാ. മക്കളില്ലാതെ പൊട്ടിക്കരയുന്ന എത്രയോ സഹോദരങ്ങളാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ ധാരാളം ആളുകളുണ്ട്. യാ റബ്ബനാ, യാ റബ്ബനാ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. നീ നൽകിയാൽ ആർക്കാണ് റബ്ബേ തടുക്കാൻ കഴിയുക? നീ നൽകിയാൽ ആർക്കാണ് അല്ലാ തടുക്കാൻ കഴിയുക? പടച്ചവനെ, സിഹറുകൾ കൊണ്ട് കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ബാത്തിലാക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. പൈശാചിക ഉപദ്രവം കൊണ്ട് ജീവിതം തകർന്നു പോയവരുണ്ട്. യാ റബ്ബനാ, പൈശാചികതകളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. കാവലേകണേ അല്ലാ. തിരുനോട്ടമേകണേ അല്ലാ. പടച്ചവനെ, പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങളിൽ നീ കാവലേകണേ അല്ലാ. മുക്തി നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്നവർ വന്ന് മയ്യത്തിന് വില പറയുന്ന ദുരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബന, ജനങ്ങൾക്കിടയിൽ നാണം കെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ നിനക്കൊരു നാനോ സെക്കൻഡ് പോലും വേണ്ടല്ലോ അല്ലാ. യാ റബ്ബന, യാ റബ്ബന, പടച്ചവനെ, ഞങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ദാരിദ്ര്യം നൽകി പരീക്ഷിക്കല്ലേ അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുത്തന്റെ മുമ്പിലും പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും നിന്നെ മറന്നു പോകാത്ത നിലക്ക് ഐശ്വര്യം നൽകണേ അല്ലാ. നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ സദസ്സുകൾ സ്വബാഹുൽ ഖൈർ പ്രത്യേകിച്ച് യാ റബ്ബന അതിൽ പങ്കെടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് എന്നെന്നും ചിരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, എത്ര ഗർഭിണികളാണ് സങ്കടങ്ങൾ പറഞ്ഞത്. സ്കാനിങ്ങിൽ പല പ്രയാസങ്ങളും ഉണ്ടെന്ന് പറഞ്ഞവർ പ്രയാസമുക്തമായ സുഖപ്രസവം നൽകണേ അല്ലാ. നീ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. കുഞ്ഞിനും ഉമ്മയ്ക്കും ഒരു പ്രയാസവും നൽകല്ലേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, സിസേറിയൻ ഫിക്സ് ചെയ്തവരുണ്ട്. എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്. അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഉസ്താദേ, ഞാൻ ജനിച്ചത് മുതൽ വാടക വീട്ടിലാണ്. സ്വന്തമായൊരു വീടെന്നത് വലിയ സ്വപ്നമാണെന്ന് പറഞ്ഞവർ, യാ റബ്ബന, ഞങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായ ഭവനം നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നിർമ്മാണം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. നിന്റെ ഔലിയാക്കളുടെ തർബിയത്ത് നൽകണേ അല്ലാ. മഹാനായ ഹുസൈൻ തങ്ങൾ വഫാത്തായ ദിനമല്ലേ അല്ലാ. അഹ്ലുബൈത്തിനോടുള്ള അതിരറ്റ പ്രണയം നൽകണേ അല്ലാ. ആ പ്രണയം എൻ്റെ ആരംഭ പൂവായ തങ്ങളോടുള്ള പ്രണയമാണല്ലോ അല്ലാ. അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ ഞങ്ങളിൽ നിന്ന് അവിടുന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലാ. അഹ്ലുബൈത്തിനെ പ്രണയിക്കാൻ, സ്നേഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ ഹുസൈൻ, ഹുസൈൻ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ യോഗ്യതയില്ലെങ്കിലും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് തൗഫീക്ക് നൽകണേ അല്ലാ.
മരിക്കുന്നതിന് മുൻപ് കഅബാലയം ഒന്ന് തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിൽ ഒന്ന് സഅയ് ചെയ്യാൻ, ജംറകളിൽ ഒന്ന് കല്ലെറിയാൻ, മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, അവസാനം ഹബീബേ ഖുദാ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാര നിന്ന് അവിടത്തേക്ക് സലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. തങ്ങളെ കനവിലൊന്ന് കാണാൻ പലയാവർത്തി തൗഫീക്ക് നൽകണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഈ ഒരു കൊല്ലം നല്ല ആരോഗ്യമുള്ള സന്തോഷം നിറഞ്ഞ കൊല്ലമാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സഹോദരങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടവർ, അല്ലാ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഈ ദിവസം അവരുടെ മക്കൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ കണ്ട് സന്തോഷിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. നീ സൗഭാഗ്യം നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിലായി നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യിത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിലായി നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളിൽ പലരുടെയും ഉമ്മയും ഉപ്പയും ഖബറിലാണല്ലാ. ഇണകൾ ഖബറിലാണല്ലാ. മക്കൾ ഖബറിലാണല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട്. യാ റബ്ബനാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ദറജ ഉയർത്തണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഒരുപാട് പ്രായം ചെന്നവരടക്കം ഈ മജ്ലിസിലുണ്ട്. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ, ലക്ഷദ്വീപിൽ നിന്ന്, അതുപോലെ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഈ സദസ്സ് വീക്ഷിക്കുന്നവരുണ്ട്. യാ റബ്ബനാ, എല്ലാവർക്കും നീ സന്തോഷ സമാധാനം നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്. യാ റസൂലല്ലാഹ്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. നാളെ ഞങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ തൗഫീക്ക് നൽകണേ അല്ലാ. സ്വർഗത്തിൽ കടന്ന് ഞങ്ങളെ പടച്ച നാഥനായ നിന്നെയൊന്ന് കാണാൻ, നിന്നെയൊന്ന് കാണാൻ വല്ലാത്ത കൊതിയാണ് അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ നാദാ. മുഖം തിരിക്കല്ലേ നാദാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ നാദാ. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ, നിന്റെ കരുണയുടെ നോട്ടത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ലാ. കാരുണ്യത്തോടെ ഞങ്ങളെ നോക്കണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഖൽബിൽ മുറാദ് വെച്ചുകൊണ്ട് ആമീൻ പറഞ്ഞവർ, എല്ലാവരുടെയും മുറാദുകൾ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. റബ്ബനാ أنت ولينا في الدنيا والآخرة ولا تخيب رجاءنا ولا تضيع دعاءنا ولا تردن أيدينا خائبين. آمين 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 برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.